ഈ പയ്യൻ എന്നും സ്കൂൾ ബസ്സിൽ കയറുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളെല്ലാം ഇവന്റെ നേരെ ബ്രെഡ് എറിയുമായിരുന്നു. പിന്നെ ഒന്നും ഒരു തരി പോലും മറുപടി പറയാതെ ആ ബ്രെഡ് എടുത്ത് മാറ്റിയതിന് ശേഷം അവന്റെ സീറ്റിൽ പോയി ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ അവൻ ഇട്ടിരിക്കുന്ന ഷൂ വരെ ആകെ നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ പോയി പുതിയ ഷൂ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്റെ ചേച്ചിയുടെ ഷൂ അവിടെ ഇരിക്കുന്നുണ്ട്, അതെടുത്തോളാനായിട്ട് പറയാണ്. എന്നാൽ അവനക്ക് പിങ്ക് കളർ ഷൂസ് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അത് ബ്ലാക്ക് കളറാക്കി മാറ്റാണ്. എന്നാൽ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം കണ്ടുപിടിക്കാണ് അതൊരു ലേഡീസ് ഷൂസ് ആണെന്നുള്ള ഒരു കാര്യം പറഞ്ഞ ആ കുട്ടീനെ അവർ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഒരു ദിവസം ഇവൻ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവന്റെ അടുത്തായിട്ട് തന്നെ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നുണ്ട്. അവൾ അവനോട് ചിരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവരോടും ദേഷ്യമായതുകൊണ്ട് തന്നെ അവൻ അവളെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം ഈ കോമ്പറ്റീഷൻ കഴിയാറായ സമയത്ത് നമ്മുടെ ഹീറോ ജയിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ കാല് തെറ്റി വീഴുകയും ഈ ഒരു പെൺകുട്ടി ജയിക്കുകയും ചെയ്യുന്നു. വീണ് കിടക്കുന്ന നമ്മുടെ ഹീറോനെ രക്ഷിക്കാനായിട്ട് ആ പെൺകുട്ടി വരുന്നുണ്ടെങ്കിലും അവൻ അവളെ ശ്രദ്ധിക്കാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീടാണ് ഹീറോക്ക് മനസ്സിലാവുന്നത് എല്ലാ കുട്ടികളും ഹീറോനോട് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് തിക് ഫ്രണ്ട്സ് ആയി മാറാണ്. പൈസ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നത് പോട്ടെ, വലിയവരോട്